നമസ്കാരം. ഇന്ന് നമ്മളൊരു കൊടും കാട്ടിലാണ്. പക്ഷേ ഈ കാട് ഈ നാട്ടിലാണ്. ഒരു കാട്ടിലെ ഉള്ള റിസോർട്ട് പോലുള്ളൊരു വീടിൻ്റെ മുമ്പിലാണുള്ളത്. ഈ റിസോർട്ടിൻ്റെ ഓണേഴ്സാണ്, അല്ലെങ്കിൽ ഈ വീടിൻ്റെ ഓണേഴ്സാണ് നമ്മുടെ ജിനചന്ദ്രനും പേരെന്തായിരുന്നു, താരയും ശ്രീലക്ഷ്മി. അപ്പം ശ്രീലക്ഷ്മി ഒരു ആർട്ടിസ്റ്റാണ്. ശ്രീലക്ഷ്മീൻ്റെ പെയിൻറ്റിങ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ശ്രീലക്ഷ്മി കുറേ നല്ല ചിത്രങ്ങൾ വരയ്ക്കുന്ന ആളാണ്. ജിനൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഒരു ചെറിയ വീട്, എന്നാൽ അതൊരു വ്യത്യസ്തമായ വീട് എന്നുള്ളത്. അതായത് സസ്റ്റൈനബിൾ ആർക്കിടെക്ചറിൻ്റെ ഒരു പ്രതിരൂപമായിരിക്കണം വീടെന്ന് ജിനന് താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു കൊളോണിയൽ സ്റ്റൈലിലുള്ള ഈ വീട് ഈ കൊടും കാട്ടിൽ ഉണ്ടാവാനുള്ള കാരണം. ഇതിൻ്റെ മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വയനാട്ടിലെ വൈത്തിയിലൊക്കെ പോയ ഒരു കൊടും കാട്ടിൽ നിൽക്കുന്ന ഫീലാണ്. നിറയെ മരങ്ങളും വള്ളികളും ഒക്കെയുള്ള പ്രകൃതി രമണീയമായ, എപ്പോഴും ഒരു കൊടും കാട്ടിനുള്ളിൽ നിൽക്കുന്ന പ്രതീതി ഉണ്ടാവുക. എന്നാൽ ടൗണിൻ്റെ വളരെ നിയറസ്റ്റായിട്ടുള്ള ഈ നമ്മുടെ പെരുവയലിൻ്റെ അടുത്തുള്ള ഈ ഒരു സ്ഥലം, സദ്ഭാവന സ്കൂളിൻ്റെ അടുത്തുള്ള ഈ സ്ഥലത്തുള്ള ഈ ഒരു വീട് വയനാട്ടിലാണോ അല്ലെങ്കിൽ ഏതെങ്കിലും കൊടുങ്കാട്ടിലാണോ തോന്നിപ്പോകുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ അറ്റ്മോസ്ഫിയർ ഉള്ളത്. അപ്പോൾ ഇത്രയും മനോഹരമായ അറ്റ്മോസ്ഫിയറിൽ ഈ വീടും ഈ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ജിനേന്ദ്രന് ഈ ഇവിടെ താമസിക്കുമ്പോൾ എന്താ പ്രത്യേകത തോന്നിയിട്ടുള്ളത്? ശരിക്കും ഞാൻ ആഗ്രഹിച്ചത് ഇങ്ങനെയുള്ളൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ്. എന്താ വെച്ചാൽ നല്ലൊരു പ്രകൃതി രമണീയമായ സ്ഥലം, പിന്നെ ഈ മോഡലുള്ളൊരു വീട്, അതിൻ്റെ ഒരു ആഗ്രഹം. അത് സാറ്റിസ്ഫൈഡ് എല്ലാവരും ആണല്ലേ? ഇത് എത്ര സെൻറ്റ് സ്ഥലമായിരുന്നു ശരിക്കും? ഇത് 5.5 സെൻറ്റ്. 5.5 സെൻറ്റ് സ്ഥലത്താണ് ഇത്ര വലിയൊരു വീടുണ്ടാക്കിയത്. ഇതൊരിക്കലും ഒരു ചെറിയ വീടല്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു 3000-2500 സ്ക്വയർ ഫീറ്റ് വലുപ്പമുള്ള ഒരു വലിയ വീടായിട്ട് മാറുകയാണ്. പക്ഷേ ഇതൊരു 5 സെൻറ്റിലാണ് ഈ വീട് ഇരിക്കുന്നത്. 5 സെൻറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പബ്ലിക് റോഡ് നമ്മളെ ഈ കാടും നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുക. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ മതിൽ കെട്ടാതെ ഒരു ഹാൻഡ് റൈസ് സ്റ്റൈലിലൊരു ഫെൻസിങ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വിശാലമായ കാടും ഇടവഴിയും നാടും ഒക്കെ നമ്മളെ വീട്ടിലേക്ക് എത്തിപ്പെടും. ഇത് വീടിൻ്റെ അതിർത്തികൾ നിശ്ചയിക്കുന്നില്ല. പക്ഷേ സാധാരണ ഇത്ര ചെറിയ സ്ഥലത്ത് പോലും ഒരു കൂറ്റം മതിൽ കെട്ടി ബ്ലോക്ക് ചെയ്ത് നമ്മളെല്ലാം കൂടി മൃഗശാലയിൽ കഴിയുന്ന മാതിരിയാണ്. ഇതിപ്പോൾ ഈ കമ്പിനുള്ളിൽ നോക്കുമ്പോൾ മൃഗശാലയെ തോന്നിയെങ്കിലും പക്ഷേ ഈ കമ്പിനുള്ളിൽ നമുക്ക് പുറത്തേക്ക് നല്ല വിഷ്വലുണ്ട്. അപ്പോൾ ഇത് മൃഗങ്ങളല്ല, ജനങ്ങൾ താമസിക്കുന്ന വീടാണെന്ന് മനസ്സിലാവും. അപ്പോൾ ഏതായാലും ഈ വീടിൻ്റെ അകത്തേക്ക് വിശേഷങ്ങളിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ഒരു വിശാലമായൊരു വരാന്തയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ വരാന്തയിൽ നിറയെ തൂണുകൾ കൊടുത്തിട്ടുണ്ട്. ഈ തൂണുകളൊക്കെ തന്നെ ഫെറോ സിമെൻറ്റിലും ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ മുകളിൽ നമ്മൾ മെറ്റലിലുള്ള സ്ട്രക്ചറൽ വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഈ പറയുന്ന കളർ ഗ്ലാസുകളും ഡിസൈൻ വർക്കുകളാണ് ഈ വീടിൻ്റെ വരാന്തേനെ മനോഹരമാക്കുന്നത്. കാട് ഇത്ര അടുത്തുള്ളൊരു വീട് ഒരുപക്ഷെ എവിടെയും ഉണ്ടാവില്ല. കാരണം വീടിൻ്റെ മുന്നിൽ എന്തായാലും ആൾക്കാർ ഈ കാടൊക്കെ വെട്ടിയിട്ട് ഇൻ്റർലോക്ക് ചെയ്യണം അല്ലേ? എന്നിട്ട് വലിയ ഇൻ്റർലോക്ക് ഇട്ടിട്ട് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നല്ല രസം, ഭയങ്കര രസമുള്ള ഒരു നന്നായി ഇവിടെ അതിന് പറ്റിയൊരു ചെയറുള്ളൂ. ഭയങ്കര രസമായിരിക്കും. മഴ തകർത്ത് പെയ്യും. മഴ തകർത്ത് പെയ്യുന്നൊരു വരാന്ത അത് ശരിക്കും നമ്മളെ സങ്കല്പത്തിൽ പലരെയും സ്വപ്നങ്ങളാണ്, ഒരു നൊസ്റ്റാൾജിയും കൂടിയാണ്. അങ്ങനെ ഒരു കാടും മഴയും വരാന്തയൊക്കെ നമുക്ക് നമ്മളെ തൊട്ടടുത്തുണ്ടാവുക, അത് നമ്മളെ സ്വന്തമാവുക എന്നൊക്കെ പറയുന്നത് വലിയ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം കൂടിയാണ്. ഏതായാലും ഈ ഒരു വലിയ കൊലായിൽ നിന്ന് നമുക്ക് ഒരു ലിവിങ് റൂമിലേക്ക് പ്രവേശിക്കാം. ഈ ലിവിങ് റൂം എന്ന് പറയുമ്പം ഇത് കയറിയ ഉടനെ തന്നെ നമ്മൾ സി ഷേപ്പിലാണ് ഈ ലിവിങ് റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. സി ഷേപ്പിൽ സെറ്റ് ചെയ്യാൻ കാരണം വെച്ചാൽ, അല്ലെങ്കിൽ വെച്ചാൽ വഴിപോക്കിൽ ലിവിങ് റൂം ആവും. കണ്ടില്ല നിങ്ങൾ ചില വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിന് 2 സൈഡിൽ സീറ്റ് ഉണ്ടാവും അല്ലേ? ഇപ്പുറം സീറ്റ് ഉണ്ടാവും. അങ്ങനെ സീറ്റ് ഇട്ടിട്ട് അവസാനം ടീപ്പായി അങ്ങോട്ട് മാറ്റി കളിക്കണം. അപ്പോൾ ആൾക്കാർ പോകുമ്പോൾ തട്ടിപ്പോവും, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഒരു സി ടൈപ്പുള്ള ഒരു ലിവിങ് റൂം ചെയ്തിട്ടുണ്ട്. ഈ ലിവിങ് റൂമിൽ മനോഹരമായ വിൻഡോസ് ഉണ്ട്. ഈ വിൻഡോസിൻ്റെ പ്രത്യേകത വെച്ചാൽ ലോകത്തിൽ ഇങ്ങനത്തെ ഒരു ഗ്രില്ലുള്ള വിൻഡോ വേറെ ഉണ്ടാവില്ല, ലോകത്തിലുണ്ടാവില്ല. കാരണം വെച്ചാൽ ഇംഗ്ലീഷ് ബിൽഡിംഗ് പൊളിച്ച സാധനം എടുത്തതാണ്. ഏറ്റവും ചുരുങ്ങിയത് ഒരു 200 വർഷമെങ്കിലും പഴക്കമുള്ള വിൻഡോസ് ഞാനും ജിനനും കൂടി ഒരു പഴയ യാർഡ് പോയിട്ട് കണ്ടെത്തിയതാണ് അല്ലേ? മാങ്കാവുന്ന് ഞങ്ങൾ കണ്ടെത്തിയതാണ്. അപ്പം മാങ്കാവുന്ന് കണ്ടെത്തിയ ഈ പിന്നെ ഗ്രില്ല് കണ്ടപ്പം നമ്മളെ കൂടുതലുള്ള ആൾക്കാരുണ്ട്, അയ്യോ ആചാര്യൻ പറഞ്ഞു അയ്യോ ഈ ഗ്രില്ല് മാറ്റേണ്ടി വരും. ഞാൻ പറഞ്ഞു ഈ ഗ്രില്ലാണ് അതിൻ്റെ ഹൈലൈറ്റ്, ഈ ഗ്രില്ലാണ് ഹൈലൈറ്റ്. അങ്ങനത്തെ ഒരു ഗ്രില്ല് ലോകത്തിൽ ഒരു വീട്ടിലുണ്ടാവില്ല. മാത്രമല്ല അപാര സ്ട്രോങ്, ഒരു കള്ളനെ പൊളിച്ചുകൊണ്ടാൻ പറ്റില്ല, അത്രയും സ്ട്രോങ് ഉള്ളൊരു സാധനം. അത്ര വെയിറ്റുള്ള കമ്പി, ആ കമ്പിക്കാൻ്റെ സംഖ്യേൻ്റെ കമ്പി ഉണ്ടാവും. അത് നമ്മളൊരു ഗോൾഡ് ടിൻ്റ് പെയിൻ്റ് അടിച്ചിട്ട് ആ വിൻഡോസ് നമ്മൾ ലേഔട്ട് ചെയ്തു. അതിൽ കംപ്ലീറ്റ് കളർ ഗ്ലാസ്സുകൾ കൊടുത്തു. അതോടുകൂടി ഈ വീടിൻ്റെ ആംബിയൻസ് മാറി. ഇവിടെ കൊണ്ടിട്ടപ്പോൾ ഒരു പക്ഷേ രേഷ്മല്ലേ പേര്? താര, സോറി പേര് മാറിപ്പോയി. അപ്പോൾ താര ചോദിച്ചിട്ടുണ്ട് ഇത് എന്താ ജിതേന്ദ്രൻ ഭ്രാന്തായി ചോദിച്ചോ? എൻ്റെ വൈഫാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വീടുണ്ടാക്കിയ പഴയ കോർപ്പറേഷൻ ഹൗസ് പൊളിച്ചിട്ട് പിന്നെ കൊണ്ടിട്ടത്. അപ്പോൾ എല്ലാവരും കണ്ടപ്പോൾ പറഞ്ഞത് എന്താ പറ്റി, ഇത് എന്താ ഭ്രാന്തുണ്ടോ എന്നൊക്കെ എൻ്റെ വൈഫിനോട് പല ആൾക്കാരും ചോദിച്ചു. ഈ പഴയ ജനല കൊണ്ടച്ച പോയി അതേപറ്റി ജിതേന്ദ്രൻ്റെ ഫാമിലി ചോദിച്ചിട്ടുണ്ടാവും, ചിലർ ആരെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടാവും ഇത് എന്താ പറ്റി, വേറെ പണിയില്ലേ
പുതിയ വീടിനാണെങ്കിൽ പഴയ ജനലൊക്കെ വന്നു. പക്ഷേ ഈ ജനലാണ് ഇവിടുത്തെ ഏറ്റവും ഐഡിയൽ സാധനം. കാരണം ഈ ജനലിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ കർട്ടൻ ഇല്ലാത്ത വീടാണ്. ഇപ്പോൾ ഏതൊരു വീട്ടിലും 1.5 ലക്ഷം റുപ്യ ലിവിങ് റൂം കർട്ടനിൽ വാങ്ങണം. ആ കർട്ടൻ ആവശ്യമില്ലാത്തൊരു വീട്, നല്ല ഫ്ലോ. അന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഗ്ലാസ്സാണ് ഇപ്പോഴും, അല്ലേ? ഇപ്പം മാർക്കറ്റിൽ ഈ ഗ്ലാസ് ഇല്ല എന്നുള്ള പ്രത്യേകത. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ആ ഗ്ലാസും ആ ഗ്രില്ലും ആ ജനലിനെ വേറൊരു ലെവലിലേക്ക് മാറ്റി ജിനൻ്റെ വീട്ടിൽ ഫിറ്റ് ചെയ്തപ്പം അത് വേറൊരു ആംബിയൻസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ റീസൈക്ലിംഗ് കോൺസെപ്റ്റിലാണ് ഈ വീടിൻ്റെ പല ഭാഗങ്ങളും ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പല വീട്ടിലും വലിയ കോണികളുണ്ടാവും. ജസ്റ്റ് ഒന്ന് മുകളിൽ കയറുന്ന ആവശ്യമുള്ളൂ നമുക്ക് സത്യത്തിൽ കോണിനെ കൊണ്ട്. ഈ കോണിനെ കൊണ്ട് മുകളിൽ കയറുന്നതിന് പകരം അത് തിരിച്ച് വളച്ച് ലിവിങ് റൂം ഡൈനിങ് ഹാളിൻ്റെ ഫ്രണ്ടിൽ കൂടെ കൊണ്ടുവന്ന് ഒരു 4-5 ലക്ഷം റുപ്യ ചിലവാക്കിയിട്ട് മുകളിലത്തെ 5 വേണ്ടി ചിലവാക്കും. ഇത് ആകെ ചിലപ്പം ഈ ഹാൻഡ് റെയിൽ തന്നെ മെറ്റലിൽ ചെയ്ത ഹാൻഡ് റെയിലാണ്. വളരെ ചുരുങ്ങിയ പണം മാത്രമേ ഇതിൻ്റെ ഹാൻഡ് റെയിൽ ചിലവാക്കിയുള്ളൂ. മറ്റേത് കോൺക്രീറ്റ് സ്ലാബാണ്. അതിൽ നമ്മൾ മരമായുള്ള ടൈലിട്ടു, ഒരു ബ്ലാക്ക് സ്റ്റെപ്പ് ടൈലിട്ടു. വളരെ സിമ്പിളായിട്ട് മുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ ഒരു പ്ലാനിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ ആ ഒരു വാഷ് ബേസിൻ ഏരിയ അത് സ്റ്റെയർ കേസിൻ്റെ അടിയിലേക്കാണ് കൊടുത്തുള്ളത്. അപ്പോൾ എന്താ സംഭവിച്ചാൽ ആ സ്റ്റെയർ കേസ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയയും മാറും ചെയ്തു. വളരെ ഭംഗിയുള്ളൊരു സ്റ്റെയർ കേസും തീരെ കൂടുതൽ പണം ചിലവാക്കാതെ വളരെ മനോഹരമായിട്ടാണ് ഇത്തരം ഡിസൈനുകളൊക്കെ നമ്മൾ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇതിവിടെ മാങ്കാവുന്ന ഇത് മാങ്കാവുന്ന എടുത്ത ജനലാണ്. ഈ ജനൽ മാങ്കാവുന്ന എടുത്ത ഈ ജനലിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് എനിക്ക് തോന്നുന്നു ഒരു 19-60 വർഷം പഴക്കമുള്ള അക്കാലത്തൊരു ഗ്രിൽ പാറ്റേണാണ്. ശരിക്കും ആ ഗ്രിൽ പാറ്റേണാണ്. ഇപ്പോൾ സാധാരണ ഈ ഗ്രില്ലൊക്കെ ഔട്ടാകുന്ന ആൾക്കാർ പൊളിച്ചു പറയും. പക്ഷേ ഈ ഗ്രില്ല് ഇപ്പം പുതിയതായി ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ഗ്രില്ല് ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല. ഇന്ന് ഇങ്ങനത്തെ ഗ്രില്ല് ഉണ്ടാക്കാൻ ഈ ക്രാഫ്റ്റിൽ ഒരു ഒറ്റ ഇൻഡസ്ട്രിയിലാണ് നമ്മുടെ ഏരിയ ഉണ്ടാവില്ല. കാരണം അത്രയും വ്യത്യസ്തമായ ഒരു പാറ്റേണിൽ നല്ല വെയിറ്റുള്ള റോഡും കമ്പിയാണ്. ഇത് ആൾക്കാർ അഴിച്ചു മാറ്റിയിട്ടാണ് ഇപ്പോൾ ഈ ഒലക്യാമറ സാധനം എന്താ പറയുക ജിഐന്റെ പൈപ്പ് വെച്ചെല്ലാം കൂടി പിന്നെ ഒരു ബസ്സിന്റെ ഹാൻഡിൽ മാറ്റുണ്ടാവും. അത്ര വൃത്തിയാക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞിരുന്നത് ഏത് സാധനത്തിനെയും നമുക്ക് മനോഹരമായിട്ട് വേറൊരു തലത്തിലേക്ക് മാറ്റാൻ പറ്റും. അതിന്റെ ഗ്ലാസും നമ്മൾ മാറ്റിയില്ല. ഇടയിലൊരു ഫ്ലോറ ഗ്ലാസ് 4 കളർ കൊടുത്തു. ഈ ഗ്ലാസ്സൊക്കെ വളരെ വർഷങ്ങൾ പഴക്കമുള്ളതെന്ന് ആലോചിക്കേണ്ടത്. ഇതെല്ലാം നമുക്ക് റീസൈക്കിൾ ചെയ്യാം. ആ റീസൈക്കിൾ ചെയ്ത് ഈ പ്രോഡക്റ്റിനെ ഭംഗിയായിട്ട് നമ്മളെ വീടുകളിൽ ലേ ചെയ്യുക. അതുകൊണ്ട് നമുക്ക് ചിലവ് കുറയ്ക്കാമെന്ന് മാത്രമല്ല എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ചിലവ് കുറയ്ക്കുക ഇവിടെ ചിലവ് കാര്യമായിട്ട് കുറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല കാര്യങ്ങൾ. പക്ഷേ എഫക്റ്റ് ഭയങ്കരമാണ്. ചെലവിടുന്ന പണത്തിന്റെ 100 കുറഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ല ചേട്ടാ. നമ്മളിവിടെ തേക്കും ഇരുളും അല്ലാതെ ഒരു മരം ഉപയോഗിച്ചില്ല. അത്രയും അപ്പൊ തേക്കും ഇരുളും ഉപയോഗിച്ചിട്ട് ഇത്രയും വർക്ക് ചെയ്യണമെങ്കിൽ ഈ കോസ്റ്റിലൊന്നും നിൽക്കില്ല. അതാണ് റീസൈക്ലിംഗ് വുഡിന്റെ പ്രത്യേകത. നമ്മളത് പിന്നെ അതിൽ മെനക്കെട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് വെച്ചാൽ വീടുണ്ടാക്കുന്ന സമയത്ത് മറ്റ് പലരുടെയും അഭിപ്രായം കേൾക്കാതെ അതിൻ്റെ ആ വീടിൻ്റെ സ്വന്തം താല്പര്യങ്ങളും അതോടുകൂടി തന്നെ അതിനെ എങ്ങനെ നമുക്ക് ഡയറക്റ്റ് പോയിട്ട് വാങ്ങിക്കാം. എല്ലാ കാര്യങ്ങളും ഡയറക്റ്റല്ല ചെയ്തല്ലേ? എല്ലാ കാര്യങ്ങളും ഡയറക്റ്റാണ് ചെയ്തത്. അപ്പം എല്ലാ വർക്കുകളും ഡയറക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ വളരെയധികം കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ഈ വീടിനെ മാറ്റാൻ പറ്റി. അതുകൊണ്ട് ഇതേമാതിരി ഇവിടെ ജിനൻ്റെ ഫ്രണ്ട് ഡോക്ടർ മൂപ്പരെ വീട്ടിൽ നിന്ന് ഒഴിവാക്കുന്ന കുറേ സാധനങ്ങൾ ജിനോട് ചോദിച്ചു. ഞാൻ അതൊക്കെ എന്തൊക്കെയാണ് ചെയ്യുക ചോദിച്ചു. അപ്പം ഡോക്ടർ ജിനൻ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ട ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചോളാറ്. അങ്ങനെ വീട്ടിൽ കൊണ്ടുവച്ച് ഒരാവശ്യമില്ലാതെ ഡോക്ടർ ഒഴിവാക്കിയ ജനവാതിലിൻ്റെ പൊളികളാണിത്. ആ പൊളികളാണ് ഇത്ര മനോഹരമായിട്ടുള്ള ഒരു ഷോക്കേസ് ആയിട്ട് മാറുന്നത്. പിന്നെ നമുക്കൊരു നല്ല ഭംഗിയുള്ള ഒരു ക്രോക്കറി ഷെൽഫായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ക്രോക്കറി ഷെൽഫിൽ നിന്ന് കിച്ചൺ ഇങ്ങോട്ട് കാണാൻ പറ്റും. സാധാരണ ഇതിൽ ഈ വീടിന് ഇവിടെ എല്ലാവരും വലിയൊരു മതിൽ കിട്ടും. ഇവിടെ ഒറ്റ ഡോറ് വെക്കും. കിച്ചൺ ഐസൊലേറ്റ് ചെയ്ത മാതിരി ഉണ്ടാവും അല്ലേ? ശരിക്കും വീട് കണ്ടുവന്ന് പറഞ്ഞൊരാൾ ഇതിലിവിടെ ഒരു സ്പേസ് പോലും ഉപയോഗിക്കാതെ വിട്ടില്ലല്ലോ. എല്ലാം ഇങ്ങനെ കൃത്യമായിട്ട്. അതെ, കാരണം ചെറിയ വീടാണല്ലോ. നമ്മളെ മുന്നിൽ ചെറിയ വീടിന്റെ ടാർജറ്റാണ്. ജനം എന്ന് പറഞ്ഞു വെച്ചാൽ എനിക്ക് വീടുണ്ടാക്കിയിട്ട് കടക്കാരനാവാൻ ഇഷ്ടമില്ല. അതാണ് ആദ്യം പറഞ്ഞത്. ആ ഒരൊറ്റ ഡയലോഗ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. കാരണം വീടുണ്ടാക്കി ഒരുപാട് കടക്കാരനായിട്ട് കടം കിട്ടാൻ വയ്യാണ്ട് കഷ്ടപ്പെട്ട് വീട് കോർപ്പറേറ്റീവ് ബാങ്ക് പോയി പടയം വെക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഇത്തരം ഒരു സുന്ദരമായ ചെറിയ വീടിനെ കുറിച്ച് സ്വപ്നം കാണുന്നത്. അപ്പോൾ ആ വീട്ടിലേക്ക് എല്ലാ സാധനങ്ങളും സ്പേസും ഒക്കെ നമ്മൾ വളരെയധികം റെഡ്യൂസ് ചെയ്ത് റീസൈക്കിൾ ചെയ്ത് ഇതിന്റെ ബാക്കിൽ നമുക്ക് വലിയൊരു ആശയമുണ്ട്. അതിപ്പോൾ വേണ്ട ഞാൻ പറഞ്ഞതാണ് അല്ലേ? ഇതിന്റെ ബാക്കിൽ നമുക്കൊരു ആശയമുണ്ട്. ഇതെന്ന് വേണമെങ്കിൽ ഈ ഗ്രില്ല് മാറി അവിടെ കോട്ടയാട് വരും. അത് അടുത്ത ഫണ്ടിൽ അല്ലേ? ഇപ്പോഴൊന്നും ആലോചിക്കില്ല. ഇനിയിപ്പോൾ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാനുള്ളതാണ്. അപ്പം സ്വസ്ഥമായി കിടന്നുറങ്ങാനും കൂടുതൽ കടമില്ലാതെ ജീവിക്കാനും വേണ്ടിയാണ് നമ്മൾ അവൈലബിൾ മെറ്റീരിയലും അവൈലബിൾ സോഴ്സും അവൈലബിൾ സ്പേസും വെച്ച് നമ്മൾ മാനേജ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള സ്പേസ് മാനേജ്മെൻറ്റാണ് ജിനനും പിന്നെ താരയും കൂടി ഡെവലപ്പ് ചെയ്തൊരു കോൺസെപ്റ്റ്. അപ്പോൾ ആ കോൺസെപ്റ്റിലേക്കാണ് ഞാൻ എൻ്റെ ഇൻവോൾവ്മെൻറ്റ്, എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ ഇവരെ ഷെയർ ചെയ്തത്. ഇവർക്ക് ഞാൻ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു.
അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കൂ. അവർ ജിനയുടെ ഒരു മുട്ടസൂചി വാങ്ങുമ്പോൾ എന്നോട് ചോദിച്ചാലേ ചെയ്യാറുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അത് ജിനന ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മറ്റ് പല ആൾക്കാരെന്ന് വെച്ചാൽ വീടിൻ്റെ പകുതി ആകുമ്പം അവർക്ക് തോന്നും ഇതൊക്കെ ഇനി അവർക്ക് തന്നെ അവിടെ ചെയ്യാം. എന്നിട്ട് ഒരു നല്ല ഹരായിച്ച് അവസാനം കണ്ടമാനം പൈസ പൊട്ടിക്കാൻ കുറേ ടീം ഇറങ്ങും ഇതിൻ്റെ കൂടെ. അതായത് ഞങ്ങൾ അങ്ങനെ ആക്കി തരാം, അങ്ങനെ സിനിമയ്ക്ക് പിന്നെ കണ്ടില്ലേ, സിനിമ എടുക്കുമ്പോൾ പിന്നെ ഓരോ എഫക്റ്റ് ഇടുന്നു, അതേമാതിരി ഓരോ എഫക്റ്റ് ഇട്ട ആൾക്കാർ കണ്ടമാനം പൈസ മുക്കുകയും ചെയ്യും, ആൾ പൊട്ടിപ്പോവുകയും ചെയ്യും. അങ്ങനെയാണ് വീടുണ്ടാക്കിയിട്ട് വലിയ കടക്കാരായി മാറുന്നത്. നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നൊരു വീടുണ്ടാക്കാൻ നമുക്ക് ആശയങ്ങളുണ്ടാവണം, ആഗ്രഹങ്ങളുണ്ടാവണം, അതിനെ മിതപ്പെടുത്താനുള്ള ഒരു സംവിധാനം കൂടി വേണം. അവിടെയാണ് ഒരു കൺസൾട്ടൻറ്റിൻ്റെ ആവശ്യം. ഞാൻ പറഞ്ഞത് കേരളത്തിൽ ഒരുപാട് ആൾക്കാർ വീടുണ്ടാക്കുന്നുണ്ടാവും, ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ടാവും. ജനന് പക്ഷേ ഈ വീടുണ്ടാക്കിയിട്ട് ഒരു മുട്ടുസൂചിയുടെ നഷ്ടം പോലും വന്നിട്ടുണ്ടാവില്ല അല്ലേ. എല്ലാം ഡയറക്റ്റ് നോക്കിയല്ലേ ചെയ്ത്. അത് കൃത്യമായ ഗൈഡൻസ് ഉണ്ടായിരുന്നു. എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട ഞാൻ പറയും. അത് ചെയ്യേണ്ട എന്നാൽ അത് ചെയ്യേണ്ട, അത് ചെയ്യണോ ചോദിക്കും, അത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യും, അത്രമാത്രം. അപ്പോൾ ഈ വീടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ചെറിയൊരു അടുക്കള ഉണ്ടല്ലേ, വളരെ മനോഹരമായിട്ടുള്ള ഒരു അടുക്കളയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇപ്പോൾ ഇത് ഈ വീട്ടിലെ കിച്ചനാണ്, മെയിൻ കിച്ചനാണ്. വളരെ സി ഷേപ്പിൽ വളരെ ചെറുതായിട്ടുള്ള കിച്ചനാണിത്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ചെറിയ സ്റ്റോർ റൂമുണ്ട്. അപ്പോൾ കിച്ചണിൽ ബഹളങ്ങളൊന്നുമില്ല. നമുക്ക് കിച്ചൺ എന്ന് പറഞ്ഞാൽ ഇത്രയും ചെറിയ സ്ക്വയർ ഫീറ്റ് കിച്ചണിലാണ് പല ആൾക്കാരും ഗൾഫ് പോയാൽ ജീവിക്കുന്നത്. പക്ഷേ നാട്ടിലെത്തുമ്പോൾ ഒരു 600 സ്ക്വയർ ഫീറ്റ് കിച്ചൺ ഉണ്ടാകും. എന്നിട്ട് പിന്നെ ഈ സ്വിഗ്ഗിക്കാരെ വിളിക്കും, ആൾ വന്നാൽ ഒന്നും കുക്കിയില്ല. അപ്പോൾ 600 സ്ക്വയർ ഫീറ്റ് കിച്ചൺ ഉണ്ടാക്കിയിട്ട് ഹോട്ടലിൽ നിന്ന് ഫുഡ് കൊണ്ടുവരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എല്ലാവരും അത് ഇപ്പോൾ കുറേ കൂടി യൂസ്ഡായി. പക്ഷേ അതുകൊണ്ട് തന്നെ കിച്ചൺ മനഃപൂർവ്വം നന്നായി ചെറുതാക്കി. നമുക്ക് ആവശ്യത്തിന് കുക്ക് ചെയ്യുന്ന വലിയ കിച്ചണിൽ നിന്ന് നല്ല ഭക്ഷണം ഉണ്ടാവില്ലല്ലോ, ചെറിയ കിച്ചണിൽ നിന്ന് നല്ല ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ള തെളിവാണ് പിന്നെ താര കണ്ടുപിടിച്ച ഈ ഒരു കിച്ചൺ സ്പേസ്. കാരണം പല സ്ത്രീകളും സമ്മതിക്കില്ല, വീട്ടമ്മമാർ തീരെ സമ്മതിക്കില്ല. എന്താ പറയുക, അയ്യോ ഇത് എന്തോ ഒരു എനിക്ക് കിച്ചൺ ഇത്ര ചെറുതായ എന്ത് ചെയ്യും, ആൾ ചോദിച്ചാൽ എന്ത് പറയും, രണ്ടാൾക്കാർക്ക് നിൽക്കാൻ സ്ഥലം ചെല്ലോ, ആരും കിച്ചണിലൊന്നും നിൽക്കില്ല. വിരുന്നുകാരൊന്നും വന്നാൽ വല്ല ഹോട്ടലിൽ പോകാന്നല്ലാണ്ട് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വിരുന്നുകാർക്ക് ഇഷ്ടമില്ല, പിന്നെ വീട്ടിലേക്ക് അത്രയും ഇഷ്ടമില്ല. അപ്പോൾ കിച്ചൺ വളരെ ചെറുത് മതി എന്നുള്ളതിൻ്റെ ഏറ്റവും സിമ്പിളായുള്ള ഉദാഹരണമാണ് പിന്നെ താരയുടെ കിച്ചൺ. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വളരെ കംഫർട്ടായിട്ടുള്ള വർക്ക് ഏരിയ ഉണ്ട്. അവിടെ എല്ലാവിധ ഫെസിലിറ്റിയും നമുക്ക് എന്ത് ചെയ്യാനുള്ള സൗകര്യം അവിടെയുണ്ട്. ഇത്രയും ഈ ഒരു സ്റ്റോറ് കിച്ചൺ വർക്ക് ഏരിയ സ്പേസ് കൂടെ വളരെ ചുരുങ്ങിയ സ്ക്വയർ ഫീറ്റിൽ, എനിക്ക് തോന്നുന്നു ഒരു 150 സ്ക്വയർ ഫീറ്റ് താഴെ ഉണ്ടാവുള്ളൂ അല്ലേ. 150 സ്ക്വയർ ഫീറ്റിന് താഴെ ഈ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ അവർ കവർ ചെയ്തു. അവർ വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നു. സ്റ്റോർ റൂമിൽ വേണ്ടാത്ത സാധനങ്ങളൊക്കെ അട്ടി വെച്ചിട്ടുണ്ട് അല്ലേ, എപ്പോഴും ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്, ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം അവിടെ വെച്ചിട്ടുണ്ട്. ഈ ഒരു മനോഹരമായ കിച്ചൺ ചെയ്യാൻ വളരെയധികം കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടാണ് ഈ കിച്ചൺ ചെയ്തിട്ടുള്ളത്. ഒരു ആർഭാടങ്ങളും ഈ കിച്ചണിലില്ല. പക്ഷേ ഡൈനിങ് ഹാളിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ കിച്ചൺ മനോഹരമായൊരു എഫക്റ്റാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ടൈലിൻ്റെയൊക്കെ വില കേട്ടാൽ തന്നെ ഞെട്ടു. എത്ര പറഞ്ഞോളി, ₹1 ടൈലാട്ട് നോക്കി, ₹1 ടൈൽ ബീച്ചിലുള്ള പോയിട്ട് തെരഞ്ഞെടുത്ത ടൈലാണ്. ഒരു ബീച്ചിൽ കുറേ സെക്കൻഡ് ഹാൻഡ് ടൈൽ വെക്കുന്ന ഒരാളുണ്ട്. അയാൾ അവിടെ പോയി എടുത്ത ഈ മാറ്റ് ടൈലുകളും ഡിസൈനർ ടൈലും ഒക്കെ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടാണ് ജിനം കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു കളക്ഷനാണ് ശരിക്കും ഈ വീട്. ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനത്തെ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലൊക്കെ പോയി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇവിടെ കാണുന്ന വലിയ ഊഞ്ഞാലിൻ്റെ ചങ്ങല വരും സെക്കൻഡ് മാർക്കറ്റിൽ 10,000 രൂപ വാങ്ങിച്ചിട്ടുണ്ട് അല്ലേ. അതിന് പോളിഷ് ചെയ്ത് പകണ്ടായി 30,000 സാധനമാണ് അത് മാർക്കറ്റിൽ നമ്മൾ വാങ്ങാൻ പോയാൽ. അപ്പോൾ എന്തും നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായി ചെയ്യാൻ പറ്റുന്നുള്ളതിൻ്റെ ഏറ്റവും എക്സാമ്പിളാണ് ഈ വീട്. ഞാനും സുഭാഷേട്ടനും കൂടി കോട്ടയ്ക്കൽ പോയിട്ട് തിരിച്ചു വരിക. അപ്പോഴാണ് ഞങ്ങൾ സുഭാഷേട്ടൻ വീട് പണി തുടങ്ങണ്ടേ. അവനോട് എങ്ങനത്തെ വീടാണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞ ഒരു കേരള സ്റ്റൈലാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയാണ് ഇപ്പോൾ ജയേട്ടൻ്റെ അടുത്ത് ചോദിച്ചത്. ജയേട്ടൻ്റെ അടുത്തൊന്നും ജയേട്ടന് ചെറിയ വീടൊന്നും വരയ്ക്കൊന്നുമില്ല. ജയേട്ടൻ 4,000-5,000 സ്ക്വയർ ഫീറ്റ് അതുകൊണ്ട് അതൊന്നും നടക്കുന്ന കാര്യമില്ല. അല്ലടും ഞാൻ വിചാരിച്ചു ശരിക്കും തമാശ പറയാന്ന്. അത് പിറ്റേന്ന് സുഭാഷേട്ടൻ വിളിച്ചിട്ട് വരണം, നമുക്ക് ചേട്ടനെ പോയി കാണാൻ. അങ്ങനെയാണ് ഞങ്ങൾ ഫസ്റ്റ് ചേട്ടൻ്റെ അടുത്ത് എത്തുന്നത്. അപ്പോഴാണല്ലോ ചേട്ടൻ പറഞ്ഞ താരേനും കൂട്ടി വന്ന് അവർക്കാണ് വീടിനെ പറ്റി വീട് എന്താ പറയുക, വീട് വരയ്ക്കാൻ പല ആണുങ്ങളും ആൺ കേസരികളും വരും. എന്നിട്ട് പറയും പെണ്ണുകളൊന്നും ചോദിക്കാനില്ല, അതൊക്കെ നമ്മൾ തീരുമാനിക്കുന്നതല്ലേ, വേറെ ഒന്നും പറഞ്ഞിട്ടോ നിങ്ങൾ ഞാൻ അപ്പച്ചയ്ക്കല്ല. അതൊന്നും പെണ്ണുങ്ങൾക്ക് ഒന്നും പറയാനില്ല, അവർക്കൊരു വീട് വേണം, അത്രയേ ഉള്ളൂ. അവസാനം 2 ആഴ്ച ഞാൻ അയാൾ ഒച്ചയും വിളിച്ച് കേൾക്കൂല. അല്ല പെണ്ണുകളൊന്നും വന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട്, വളരെ പരിഭവത്തോടെ പറയാം. അപ്പോൾ ആദ്യമേ പെണ്ണുകൾ വന്നാൽ വീട്ടമ്മ വന്ന വീടിൻ്റെ ഒരു ഫ്രെയിം ഉണ്ടാവും. ആ വീട്ടമ്മയെന്ന് അറിയാം നമുക്ക് ആ വീട് എത്ര വലുതാവണം ചെറുതാവണം എന്നുള്ളത്. ഞാൻ ചെയ്യണ്ടോ ഒക്കെ എനിക്ക് തീരുമാനിക്കാൻ പറ്റും, അല്ലെങ്കിൽ ജിനൻ്റെ ചെയ്ത് തീർക്കാൻ പറ്റുമെന്നും തീരുമാനിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ വൈഫിന് കൂട്ടി വരാൻ. അതുപോലെ തന്നെ ആരെങ്കിലും വിസിറ്റേഴ്സ് വന്നാൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് താഴെ ഒരു ബെഡ്റൂം വേണം എന്ന് പറഞ്ഞത്. പക്ഷേ ഈ ബെഡ്റൂമിൻ്റെ പ്രധാന ഉദ്ദേശം ആവുന്നല്ല, ആർക്കെങ്കിലും ഒരു സുഖമില്ലാതെ ആവുകയാണെങ്കിൽ നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ്. ഇതും ബാത്ത് അറ്റാച്ച്ഡ് തന്നെയാണ്. അതുപോലെ തന്നെ ഒരു സിംഗിൾ ജനൽ അവിടെ വരുന്നത്. ഇതെല്ലാം നമ്മൾ ഇതേപോലെ എടുത്ത് തന്നെയാണ് കേട്ടോ. ആ ജനലും എല്ലാം ഇതൊക്കെ ഇതേപോലെ തന്നെ വന്നതാണ്, അതിലൊന്നും ഒരു മാറ്റവും വരുത്തിയില്ല.
അതുപോലെ തന്നെ ഇതും നമ്മള് വളരെ കോസ്റ്റ് കുറച്ച് ചെയ്ത സാധനം ഫെറോസിമെന്റിൽ ധരിച്ചിട്ട് ബോക്സ് ചെയ്തതാണ്. ഇതൊരു പൂജാ സ്പേസ് ആണ്. ഈ പൂജാ സ്പേസിൽ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെറിയൊരു ഫെറോസിമെന്റ് വർക്കിൽ ഈ പൂജാ മുറിയുടെ മനോഹരമാക്കിയിട്ടുണ്ട്. വളരെ പ്രൈവസിയിൽ, അതായത് കോണിയുടെ ലാൻഡിങ് സ്പേസിലാണിത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തീരെ സ്ഥലം നഷ്ടം എന്താ ആണോ? ആ ആ ആ ശരിയാണ്. ആ ഓ നന്നായിട്ട് ആ സെറ്റ് ചെയ്തത് അല്ലേ? ആ ആ 2 ബെഡ്റൂമാണുള്ളത്, മുകളിലുള്ള 2 ബെഡ്റൂം, പിന്നെ അത് കഴിഞ്ഞ പുറത്തേക്ക് വലിയൊരു ഹാളുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ പിന്നെ നമുക്ക് പഠിക്കാനൊക്കെ ഇവിടെ ഒരു സ്പേസ് വെച്ചിട്ടുണ്ട് ഞങ്ങൾ, ചെറിയൊരു സ്പേസ്. അതിനായിട്ട് വേറെ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. അത്രയും വലിയ സൗകര്യം ഉണ്ടാകുമ്പോൾ പിന്നെ വേറെ ഒന്നും ആവശ്യമില്ലല്ലോ. ശരിക്കും ആദ്യം നമ്മളിത് വരച്ചപ്പോൾ ഇവിടെ വരെ ഉണ്ടായിരുന്നില്ല ചേട്ടാ, ഇവിടെ വരെ ഉണ്ടായതല്ലേ? പിന്നെയുള്ള നമ്മളിത് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് സ്ക്വയർ ഫീറ്റ് കുറയ്ക്കാൻ വേണ്ടി ഇവിടെ വരെ ചെയ്തുള്ളൂ. പക്ഷേ ഈ നീട്ടം കൂട്ടി നന്നായി അല്ലേ? നന്നായി. കുറച്ചും കൂടി അപ്പോൾ ബുക്കൊക്കെ ഒന്ന് വെക്കാൻ ചെറിയ സ്പേസ് ആയി. ഇതും ചേച്ചിന്റെ സെറ്റ് ചെയ്തു അല്ലേ? ബുക്കൊക്കെ വെക്കാൻ വേണ്ടി. മോള് ഉപയോഗിക്കുന്ന ബെഡ്റൂമാണ്. ഇവിടെ ഒക്കെ അത്യാവശ്യം നല്ലൊരു തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. കാരണം ഇങ്ങനെയൊരു റൂം അല്ലേന്ന് ഞങ്ങൾ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഇത് ഞാനും താരം ഉപയോഗിക്കുന്നത്. ഇവിടെ ഇതുപോലെ തന്നെ ഇങ്ങനെ 3 ജനവാതിൽ വരും. ഫ്രണ്ടിൽ നിന്ന് നല്ല വ്യൂവിൽ വരുന്ന ഒരു സാധനമാണ്. പറഞ്ഞ പോലെ തന്നെയാണ്, പടിഞ്ഞാറ് നല്ല കാറ്റുണ്ടാവും. AC-ൻ്റെ ഒന്നും ആവശ്യമില്ല, സുഖമായിട്ട് കിടന്നുറങ്ങാം. ഈ ഹോളും അങ്ങനെ തന്നെ ആദ്യം ഓപ്പൺ ടെറസ് ആക്കി ഇടാൻ വേണ്ടി വെച്ചിരുന്നതാണ്. അപ്പോഴാണ് ചേട്ടൻ പറയുന്നത് ഈ ജനവാതിൽ വെച്ച് ഇങ്ങനെ നമുക്ക് നന്നായിട്ട് ഡിസൈൻ ചെയ്യാം. ഇവിടെ എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞത് ഈ ജനവാതിൽ തന്നെ വെച്ച് ചെയ്യാം. പഴയ ജനലുകൾ കളക്ട് ചെയ്തെടുത്തിട്ട് ചെയ്തതാണ്. പക്ഷെ ഈ വീട്ടിൽ വന്ന ഒട്ടുമിക്ക ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഇവിടെയാണ്. ഇത്രയും വലിയൊരു സ്ഥലം ഇവിടെ ഉണ്ടോ എന്നുള്ളതാണ് എല്ലാവർക്കും. അതെ അതെ ഉപയോഗിച്ചിട്ടുണ്ട്. എവിടെയും കാണില്ല. നമ്മൾ ശരിക്കും എത്ര ടൈം കൊണ്ടാണ് വീട് പൂർത്തീകരിച്ച്? ഏകദേശം 1 വർഷം അല്ലേ? 3-ാമത്തെ മാസം നമ്മൾ വീട് കൂടി. ഒരു കൊല്ലം 2 മാസം. ഒരു ജനുവരിയിലാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിസംബറിൽ കുറ്റിയടിച്ച് ജനുവരിയിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ പിറ്റത്തെ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തു. 24 ജനുവരിയിൽ ശരിക്കും വർക്ക് സ്റ്റാർട്ട് ചെയ്തു. 24 ജനുവരിയിൽ. 25 മാർച്ചിൽ നമ്മൾ വീട്ടിൽ കൂടി. ഫാസ്റ്റ് അല്ലേ? ഫാസ്റ്റ് ആയിട്ട് വർക്കല്ല ഫാസ്റ്റാ. അതിൽ നമ്മൾ മനോജേട്ടനെ സമ്മതിക്കണം. അതെ മനോജ് നല്ല ഇൻവോൾവ് ചെയ്തു. കാരണം പുള്ളി സ്ട്രക്ചർ ചെയ്ത് നമ്മൾ പറയുന്ന പോലെ അതിനനുസരിച്ചിട്ട് കൂടെ. സുഭാഷാണ് പിന്നാലെ എല്ലാത്തിനും സുഭാഷാണ് എല്ലാത്തിനും മെനക്കെട്ട് പിന്നാലെ ഉണ്ടായത്. സുഭാഷിന്റെ അല്ലേ? മനോജിന്റെ ഏറ്റവും ചെറിയ വീടായിരിക്കും ഇത്. മനോജ് ചെയ്തേ അല്ലേ? മനോജ് വലിയ വീട് ചെയ്യുന്ന കോൺട്രാക്ടർ അല്ലേ? അല്ലേ? അതെ വലിയ വർക്ക് എടുക്കുന്നതല്ലേ? അപ്പൊ മനോജിന്റെ ഏറ്റവും ചെറിയ വീടായിരിക്കും. അപ്പോൾ ഏതായാലും ഈ വീടിന്റെ പ്രത്യേകത എന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്ത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ വീട് താമസാക്കിയ ശേഷം? ശരിക്കും ഇവിടെ ചൂട് കുറവാണ്, തീരെ ഇല്ല എന്ന് പറയാം. ഒരു എക്കോ ഫ്രണ്ട്ലി തന്നെയാണ്. കാറ്റും ഇപ്പോൾ പടിഞ്ഞാറ് മൊത്തം മുഖമായതുകൊണ്ട് നന്നായിട്ട് കാറ്റുണ്ടാവും, വെളിച്ചുണ്ടാവും. AC വെക്കാൻ വേണ്ടിയിട്ട് പോയിന്റൊക്കെ ഇട്ട് വെച്ച്, പക്ഷെ ഒന്നും AC ഒന്നും വെച്ചില്ല. അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. പക്ഷെ ആവശ്യം വന്ന ഹീറ്ററുണ്ടാ. ഹീറ്ററാണ് വെക്കേണ്ടി വന്നത് അല്ലേ? തണുപ്പ് കൊടുങ്കാട്ടിലാണല്ലോ അല്ലേ? ഏറ്റവും ഈ എനിക്ക് തോന്നിയ ഇവിടുത്തെ അന്തരീക്ഷം ഏറ്റവും രസം അല്ലേ? നല്ലൊരു ഈ ഒരു വീട് ചിലപ്പോൾ ഒരു പിന്നെ ഇടുങ്ങിയ ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ ഒരുപാട് വീടുകളിടത്താണോ അത്ര ഭംഗി ഉണ്ടാവില്ല. ഇതിന്റെ ഓരോ പോയിന്റിലും നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ ശരിക്കും വല്ലാത്ത ഫീലാണ് അല്ലേ? പച്ചപ്പാണ് അതിന്റെ ഭംഗി. വന്ന ആൾക്കാർ പൊതുവെ എന്താ പറഞ്ഞത്? വന്ന ആൾക്കാർക്ക് പൊതുവെ എല്ലാവർക്കും അറിയേണ്ടത് ആരാ ചെയ്തത് എന്നുള്ളതാണ്. അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ഇങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് നിങ്ങൾ എത്തി എന്നുള്ള ആരും ചോദിക്കുന്നു. കാരണം ഈ കണ്ടംപററി കാലത്ത് ഈ ലൈറ്റുകളൊക്കെ ആയിരക്കണക്കിന് ലൈറ്റുകൾക്ക് പകരം നമ്മളെ ലൈറ്റ് കത്തുന്നില്ലെങ്കിലും ഭംഗിയുണ്ടാവും. കത്തിയാൽ കൂടുതൽ ഭംഗിയാണ്, കത്തിയില്ലെങ്കിലും ഭംഗിയുണ്ടാവും. ഓരോ ഫിറ്റിങ്സും ഓരോ എലമെന്റുകളാണല്ലോ. മറ്റേല് 100 കണക്കിന് ലൈറ്റുകളുള്ള കുറേ പർഗോള, മൈസൂർ പാക്ക്, പിന്നെ കുറേ വെനീർ, പ്ലൈവുഡ്, അങ്ങനത്തെ ഒരുപാട് വൃത്തികെട്ട ഒരു കൺസ്ട്രക്ഷൻ ഏരിയ കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു റിയൽ ആയിട്ടുള്ളൊരു കൺസെപ്റ്റിൽ മാറുന്നത്. അത് ആർട്ടിസ്റ്റിക്കൽ കൺസെപ്റ്റ്. മോളെ ആർട്ടിസ്റ്റും കൂടി ആയതുകൊണ്ട് അല്ലേ? നമുക്ക് ഇഷ്ടമായില്ലേ വീട്? നന്നായിട്ട്. ആ പെയിൻറ്റിങ് നന്നായിട്ടുണ്ടോ? കണ്ട് ചെയ്ത് അസലായിട്ടുണ്ട്, അടിപൊളിയുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിൽ ഈ വർക്കിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ജിനനെ ഓരോ ഏരിയയിലും നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റായിട്ട് ഓരോ ഏരിയയിൽ പോയി നേരിട്ട് അന്വേഷിച്ച് പർച്ചേസ് ചെയ്ത് ഒരു കൊല്ലം 3 മാസം കൊണ്ട് ഈ വീട് പറഞ്ഞാൽ സൂപ്പർ
സംഭവമാണ്. കാരണം എത്ര പെട്ടെന്ന് വീട് പണി കഴിഞ്ഞു ഇത്രയും വലിയൊരു വീടുകള് ഈ ഒരു ചെറിയ സമയം കൊണ്ട്. അതിന് നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതെ സാധനങ്ങൾ നോക്കാനും അതെ ബസ്സില്ലാണ്ട് ഓടിയുണ്ട്. എനിക്കറിയാം, എന്നെ എപ്പോഴും വിളിച്ചോണ്ടിരിക്കും, അല്ലെങ്കിൽ സുഭാഷ് വിളിച്ചോണ്ടിരിക്കും. സുഭാഷ് നന്നായിട്ട് സുഭാഷ് നന്നായി ശരിക്കും ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ഒരു ഐഡിയ വന്നതന്നെ സുഭാഷേട്ടൻ. സുഭാഷ് നന്നാ അല്ലെ ഒരു കണ്ടംപററി വീട് ഇവിടെ പൊന്തയില്ലേ? അല്ലെങ്കിൽ ഒരു സാധാരണ ടൈപ്പ് വീട്ടിലേക്ക് എന്താ അറിയോ, സാധാരണ ടൈപ്പിന് വീടിനും നമുക്ക് ഈ കോസ്റ്റിന് വരും. കോസ്റ്റ് തന്നെ വരിക. പക്ഷേ അതിൻ്റെ 100% എഫക്റ്റ് ഉണ്ട് ഈ വീടിന്. പിന്നെ സസ്റ്റൈനബിൾ ആണ്. ഒരു വിധത്തിലുള്ള ഫംഗസോ അല്ലെങ്കിൽ പിന്നെ ചൂടോ അല്ലെങ്കിൽ മെയിൻ്റനൻസ് ഒന്നും വരില്ല. അപ്പോൾ ഈ വീട് ഇനി നിങ്ങൾ 10 കൊല്ലത്തേക്ക് പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ചില ഭാഗങ്ങളിലൊക്കെ ചെറുതായിട്ട് പെയിൻറ്റിൻ്റെതായിട്ടുള്ള പൊളിച്ചിലുണ്ടാവും, അത് ടച്ച് ചെയ്താൽ മതി. കൂടുതൽ ഒന്നിച്ച് പെയിൻറ്റ് ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ല. പിന്നെ ഒരു വർഷത്തിലൊരിക്കൽ പെയിൻറ്റർ വിളിച്ച് ഒന്ന് പൊടി തട്ടിക്കുക. അപ്പോൾ വീട് എപ്പോഴും ഫ്രഷായി നിൽക്കും. വർഷത്തിലൊരിക്കലോ 2 വർഷം കൂടുമ്പോൾ ചെയ്താൽ മതി. അപ്പോൾ താഴത്തെ നമ്മൾ തൊടുന്ന ഭാഗത്തെ പെയിൻറ്റുകൾ മാത്രമേ പൊളിയോ ഡാമേജ് ആവുകയോ ചെയ്യും. പിന്നെ പുട്ടിയിട്ടിട്ടേ ചെല്ലുമ്പോൾ പുട്ടിടാത്തൊരു വീടും കൂടിയാണ്. അതാണ് ഇവൻ്റെ പ്രത്യേകത. നാട്ടുകാർ മുഴുവൻ പുട്ടിയിട്ടിട്ട് പൈസ കളയുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ പൊളിച്ചിലുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പുട്ടിയിട്ടില്ല. അപ്പോൾ ഒരു കോൺസെപ്റ്റ് നമ്മൾ പറയുന്ന, ഞാൻ എപ്പോഴും പറയുന്ന ഒരു സാധനം, അതായത് പിന്നെ പുട്ടി വേണ്ടാത്ത, LED ലൈറ്റ് വേണ്ടാത്ത, വെനീർ വേണ്ടാത്ത, പ്ലൈവുഡ് കയറാത്ത, പിന്നെ പർഗോളകളില്ലാത്ത ഒരു വീട്. അത് സസ്റ്റൈനബിൾ ആയിരിക്കണം. അതൊരിക്കലും കണ്ടംപററി പറഞ്ഞ പേരിലുള്ള വീടല്ല. ടെമ്പററി പറഞ്ഞാൽ അതൊരു ടെമ്പററി ഹൗസാണ്. അതിന് ബദലായിട്ടാണ് ഇത്തരത്തിലുള്ള കൊളോണിയൽ കോൺസെപ്റ്റുകൾ നമ്മുടെ നാട്ടിൽ ധാരാളമായി വരുന്നതും അതിലേക്ക് ആളുകൾ ഇഷ്ടപ്പെട്ടു വരുന്നതും. ഒരുപക്ഷേ ഇത് പഴഞ്ചൻ വീടാന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും, പക്ഷേ അവർക്ക് ഇങ്ങനത്തെ ഒരു വീട് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമല്ല. പൈസ ഉണ്ടായാൽ മാത്രം ഉണ്ടാക്കാൻ ഒരിക്കലും പറ്റില്ല. കാരണം പൈസ ഉണ്ടാക്കിയിട്ട് ഒരുപാട് വീടുകൾ നശിച്ച് കിടക്കുന്നതും നാശമായി കിടക്കുന്നതും മെയിൻ്റെനൻസ് ചെയ്ത് ചോർന്നൊലിച്ചിട്ട് ഓരോ മഴക്കാലങ്ങളിലും ആയിരക്കണക്കിന് കണ്ടംപററി വീടുകൾ ചോർന്നിരിക്കുകയാണ്. ഈ കഴിഞ്ഞ മഴക്കാലത്ത് ഒരു 30ഓളം കണ്ടംപററി വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അവരോട് ഒന്നും ചെയ്യാൻ പറ്റില്ല. വീടുണ്ടായത് 3 കൊല്ലമൊക്കെ ആയിട്ടുള്ളൂ. 1 കോടി 1.5 കോടിയൊക്കെ ഉണ്ടാകുന്ന വീടുകൾ 60-80 ലക്ഷം 90 ലക്ഷത്തിനൊക്കെ. പക്ഷേ ഒരു മഴക്കാലത്ത് ആ വീട് സസ്റ്റെയിൻ ചെയ്യുന്നില്ല. നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ പ്രകൃതിയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു വീടിനെയാണ് നിങ്ങൾ സ്വപ്നം കണ്ടത്. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നിങ്ങളെ കൂടെ SBI എന്ന് വന്ന ഒരു വാല്യൂർ ഉണ്ടായിരുന്നു ലോണിന്റെ. ശരിക്കും പറയും, പുതിയ വീട് ഉണ്ടാക്കിയതാണോ അല്ലെങ്കിൽ പഴയ തറവാട് റിനോവേറ്റ് ചെയ്തതാണോ? ശരിക്കും ഞാൻ പുതിയ വീട് തന്നെയാണ് ആണ്. പിന്നെ ഇങ്ങനെ ഒരു കൺസെപ്റ്റിൽ ആരും എത്തൂലല്ലോ, അതുകൊണ്ട് ചോദിച്ചാൽ ഞാൻ സാറ് നിലമ്പൂരാണ്. സാറിന് നല്ല ഒരുപാടുണ്ടല്ലോ, അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പോൾ ഏതായാലും നമ്മളെ ഈ വീട് പിന്നെ മറ്റുള്ള ആളുകൾക്ക് ഒരു കാഴ്ച കൂടിയാണ്. കാരണം ഒരു നേരിട്ടുള്ള കാഴ്ച. ഓക്കെ, താങ്ക് യു. ശരി.